ഹലോ ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ഞങ്ങളുടെ വക നബിദിനാശംസകൾ. അപ്പോൾ ഇന്നത്തെ നബിദിനത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കുഞ്ഞാവ് പെണ്ണിൻ്റെ ഫസ്റ്റ് നബിദിനമാണ് കേട്ടോ. കുഞ്ഞാവ് പെണ്ണിനെ അപ്പോൾ ദേ നബിദിനാഘോഷത്തിൻ്റെ റാലി കാണിച്ചു കൊടുക്കാമെന്നും പറഞ്ഞ് ഞങ്ങൾ കൊണ്ടുപോയേക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ പോണത് കുഞ്ഞാറ്റയുടെയും കുഞ്ഞാളുടെ മദ്രസയിലോട്ടാണ് കേട്ടോ. അവിടുത്തെ ആഘോഷങ്ങൾ കാണാനായിട്ടാണ് പോണത്. അക്കച്ചിയും അമ്മച്ചിയൊക്കെ ഇതേ മുന്നേ എടുക്കുന്നുണ്ട്. കുഞ്ഞാവേനെയാണെങ്കിൽ അക്കച്ചി പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മദ്രസയിലാണെങ്കിൽ ജസ്റ്റ് തയ്യാറെടുപ്പ് സ്റ്റാർട്ട് ചെയ്യായിരുന്നു കേട്ടോ. എല്ലാവരെയും സെറ്റ് ചെയ്തൊക്കെ ഇങ്ങനെ നിർത്തുന്നുണ്ട്. ലാസ്റ്റ് ദിവസത്താക്കന്മാരൊക്കെ ആണെങ്കിൽ ഇങ്ങനെ നിരനിരയായിട്ട് പോകുന്നുണ്ട് കേട്ടോ. നബിദിനാഘോഷത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് തന്നെ പറയുന്നത് ഈ റാലിയാണല്ലോ. ഭയങ്കര ഒരു സന്തോഷം തോന്നിയിട്ടോ മനസ്സിന്. കാരണം ഈ കുഞ്ഞു മക്കളെല്ലാം ഇങ്ങനെ സെറ്റ് ചെയ്ത് നിർത്തി കൊടിയൊക്കെ പിടിച്ച് തലയിലൊരു തൊപ്പിയൊക്കെ വെച്ച് നിൽക്കണ കാണുമ്പോൾ തന്നെ നല്ല രസമുണ്ടായിരുന്നു. നമ്മുടെ കുഞ്ഞാറ്റയും കുഞ്ഞോളും ഇതിലെവിടെയോ ഉണ്ട്. ഞങ്ങളിങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ കുഞ്ഞോളാണെങ്കിലും മുമ്പിലും കുഞ്ഞാറ്റ ഏറ്റവും പുറകിലാണ് കേട്ടോ. പക്ഷെ എല്ലാവരും ഇങ്ങനെ കൂട്ടം കൂടി നിൽക്കണോണ്ട് നമുക്ക് അവരെ കാണാനൊന്നും പറ്റിയില്ല കേട്ടോ. എല്ലാവരും കയ്യിലിങ്ങനെ മിഠായി മേടിക്കാനൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽപ്പുണ്ട് കേട്ടോ, കൂടെയൊക്കെ ആയിട്ട്. അപ്പോൾ ഇതേ കുഞ്ഞാവപ്പെണ്ണുമായിട്ട് റാലി കാണാൻ പോയതിൽ ഭയങ്കര സന്തോഷമുണ്ടായിരുന്നു കേട്ടോ. കാരണം നമ്മുടെ കുഞ്ഞാവപ്പെണ്ണിൻ്റെ ആദ്യത്തെ നബിദിന റാലിയല്ലേ. കുഞ്ഞാവപ്പെണ്ണിനാണെങ്കിലും ഇങ്ങനെ ആളും ബഹളവും തിരക്കൊക്കെ കണ്ടപ്പോൾ ഇത് എന്തപ്പാ എന്നുള്ള അന്തം വിട്ടിങ്ങനെ നിൽക്കണ്ട് കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ കുഞ്ഞാറ്റയും കുഞ്ഞോളൊക്കെ ലാസ്റ്റ് ആയപ്പോൾ ഇങ്ങനെ വന്ന് പോകണുണ്ട് കേട്ടോ. ഞങ്ങൾ കാണാൻ പോയ മദ്രസയിലെ റാലി എന്ന് പറഞ്ഞാൽ ഒത്തിരി ദൂരമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. നമ്മുടെ മെയിൻ സിറ്റിയായ കുമ്മങ്കലിലൊന്നും അങ്ങനെ കറങ്ങുന്നില്ലായിരുന്നു. ജസ്റ്റ് നമ്മുടെ ഇടവെട്ടി ജാരം, അതായത് നമ്മുടെ അടുത്തുള്ള മറ്റൊരു പള്ളിയാണ് കേട്ടോ ഇടവെട്ടി എന്ന് പറയുന്നത് ജാരം. അപ്പോൾ അവിടെ ഒന്ന് ജസ്റ്റ് ചുറ്റിക്കറങ്ങി വരുന്ന അതാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ മക്കളെല്ലാവരും നബിദിന റാലി കഴിഞ്ഞ് തിരിച്ച് നമ്മുടെ പള്ളിയിലോട്ട് തന്നെ മടങ്ങി എത്തുന്നതാണ് കേട്ടോ. അപ്പോൾ ലാസ്റ്റ് ആയപ്പോഴത്തേനും ഇങ്ങനെ ഭയങ്കര ഗംഭീരമായിട്ട് മിഠായി കൊടുക്കലും വിതരണ ചടങ്ങുകളൊക്കെ ആയിരുന്നു കേട്ടോ. ലഡു, മിഠായികൾ, ജ്യൂസ്, ഐസ്ക്രീം, അങ്ങനെ പല ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. ഇതേ കൂടെയൊക്കെ ആയിട്ട് എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ട് പോകണ്ടിട്ട് കുറേ പേർക്ക് മിഠായിയൊക്കെ കൊടുത്തപ്പോഴത്തേനും വേണ്ട. എൻ്റെ കുഞ്ഞാവ് പെണ്ണാണെങ്കിൽ മൊത്തത്തിൽ മടുത്തു കേട്ടോ. ചെറുതായിട്ട് വെയിലൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ നബിദിന റാലി കണ്ടുകൊണ്ടിരുന്നപ്പോൾ തന്നെ വയ്യ പണ്ടത്തെ നമ്മുടെ നബിദിന റാലി ഇങ്ങനെ ഓർത്ത് പോയിട്ട് പണ്ട് നമ്മൾക്ക് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്തുണ്ടായിരുന്ന നബിദിന റാലി കുറച്ചുകൂടെ വിപുലമായിരുന്നു എന്ന് തോന്നുന്നു കേട്ടോ. നല്ല രസമായിട്ടാണ് എനിക്ക് അന്നത്തെ നബിദിന റാലി തോന്നുന്നത്. ഇന്നത്തെ നബിദിന റാലിക്ക് അത്ര ഓളം അങ്ങ് തോന്നിയില്ല. അപ്പോൾ എൻ്റെ കുഞ്ഞാപ്പെണ്ണി ഇങ്ങനെ മടുത്ത് ഇപ്പോണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ കുഞ്ഞാപ്പെണ്ണിനും കിട്ടി നബിദിനാശംസകൾ എഴുതിയൊരു തൊപ്പിയൊക്കെ ഇട്ടോ. അപ്പോൾ അതൊക്കെ വെച്ച് നമ്മുടെ കുഞ്ഞാപ്പെണ്ണി ഇങ്ങനെ നിൽപ്പുണ്ട് കേട്ടോ. എല്ലാം കഴിഞ്ഞ് നമ്മുടെ കുഞ്ഞോള് വീട്ടിൽ വന്നു കേട്ടോ. കുഞ്ഞോൾക്ക് കിട്ടിയ മിഠായികളാണ് കേട്ടോ. ഇത് അഴിച്ചു വെച്ച് എണ്ണുന്ന കലാപരിപാടിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പുള്ളിക്കാരി ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ. നമ്മളും ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലേ. നബിദിനത്തിൻ്റെ ഒരു മുഖ്യ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ മിഠായി വാങ്ങാനൊക്കെ തന്നെ പോകുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെ എണ്ണി തിട്ടപ്പെടുത്തുന്നത്, ആർക്കും കൊടുക്കാതെ സൂക്ഷിച്ച് വെക്കുന്നതൊക്കെ ഭയങ്കര സന്തോഷമല്ലേ. അപ്പോൾ കുഞ്ഞാറ്റയ്ക്ക് കൊടുക്കാതെ കുഞ്ഞോക്കടെ മിഠായി ഇങ്ങനെ എണ്ണി വെക്കുന്നതാണ് കേട്ടോ കാണുന്നത്. ഭയങ്കര സന്തോഷം, എന്താ പറയുക, അവൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. 21, 22, 23, 24, 25, 26, 27, 28, 29, 30 എവിടെ നിന്ന് കിട്ടിയതാ? എവിടെ പോയപ്പോ? എന്നെ സന്തോഷം നോക്കിക്ക്. നബിദിന റാലി കൂടിയിട്ട് കുഞ്ഞോക്ക് കിട്ടിയ മിഠായി അല്ലേ. അപ്പോൾ നബിദിനത്തിൻ്റെ ഘോഷയാത്രയെല്ലാം കഴിഞ്ഞ് ആവശ്യമായിട്ട് ഇവിടെ ഒരാൾ കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.